friends, good morning. In this video, we are going to handle a new topic. As you know, budget. Okay, very interesting topic and also very important topic. Public finance or fiscal economics or introductory economics second. അതിലൊക്കെ വരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ്. ഈ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് എനിക്ക് ഫസ്റ്റ് പറയാനുള്ളത് ഒരു യൂണിവേഴ്സിറ്റി എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂവിൽ മാത്രം മനസ്സിലാക്കിയാൽ പോരാ. ഒത്തിരി കോമ്പറ്റേറ്റീവ് എക്സാമിനേഷനിൽ എസ്പെഷ്യലി UPSC ഓർ PSC നടത്തുന്ന ഒത്തിരി എക്സാമിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് വരുന്ന ഏരിയയാണ് ബജറ്റ്. ഓക്കെ, മോർ ദാൻ ദാറ്റ് ആസ് യു നോ നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ കേൾക്കുന്ന പദമാണ് അല്ലേ. യൂണിയൻ ബജറ്റ് പ്രസൻറ്റ് ചെയ്തു, സ്റ്റേറ്റ് ബജറ്റ്, കേരള സ്റ്റേറ്റ് ബജറ്റ് പ്രസൻറ്റ് ചെയ്തു. ആ പിറ്റേ ദിവസം വരുന്ന പത്രത്തിലെ തലക്കെട്ട് ബജറ്റ് പ്രസൻറ്റേഷനിൽ റെസിപ്റ്റ്, എക്സ്പെൻഡിച്ചർ. ദ ഹിന്ദു ഡയലിയൊക്കെ നമ്മൾ അനലൈസ് ചെയ്യുകയാണെങ്കിൽ ഒരുപാട് ടേംസ് നമുക്ക് കേൾക്കാൻ പറ്റും. ഹിന്ദു ഡയലിയിലൊക്കെ നമ്മൾ കാണുന്ന പദങ്ങളാണ് റവന്യൂ ഡെഫിസിറ്റ്, ഫിസ്ക്കൽ ഡെഫിസിറ്റ്, പ്രൈമറി ഡെഫിസിറ്റ്, ടോട്ടൽ റെസിപ്റ്റ്, ടോട്ടൽ എക്സ്പെൻഡിച്ചർ. ഓക്കെ, ഇങ്ങനെ വരുന്ന ഏരിയാസ് നമ്മൾ കാണുന്ന, നമ്മൾ കേൾക്കുന്ന, നമ്മൾ അനലൈസ് ചെയ്യുന്ന ടേംസ് ആണ്. അപ്പോൾ ഈ ടോപ്പിക്ക് വളരെ സിമ്പിളായിട്ട് ഡീൽ ചെയ്യാൻ വേണ്ടി ഞാനൊരു സിംഗിൾ വീഡിയോ, അത്യാവശ്യം ലെങ്ത് കൂടിയ ഒരു സിംഗിൾ വീഡിയോ അപ്ലോഡ് ചെയ്യും. പ്ലസ് നിങ്ങൾക്ക് കൺവീനിയൻ്റ് ആയിട്ട് കാണാൻ വേണ്ടിയിട്ട് ഒരു 4 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുകയാണ് ഈ വീഡിയോസ്. റൈറ്റ്, ബജറ്റ് റിലേറ്റഡ് ആയിട്ട് വരുന്ന ഏരിയ. കാരണം നമ്മുടെ സിലബസിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു പാർട്ടാണ്. 5 മാർക്കോ എസ്സേയിൽ 2 മാർക്കിലൊക്കെ ഒരുപാട് ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യുന്ന ഏരിയ ആണ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്യുമ്പോൾ നമുക്കത് വളരെ നല്ല രീതിയിൽ മനസ്സിലാക്കും. ഓക്കെ, നമ്മുടെ ലൈഫിൽ വളരെ ക്ലോസ് ആയിട്ടുള്ള ടേമാണ്. കാരണം നമുക്കറിയാം യൂണിയൻ ബജറ്റ് പ്രസൻറ്റ് ചെയ്തതിൻ്റെ ശേഷം അല്ലെങ്കിൽ സ്റ്റേറ്റ് ബജറ്റ് പ്രസൻറ്റ് ചെയ്തതിൻ്റെ തൊട്ട് ദിവസം നമുക്ക് കാണാൻ പറ്റുന്ന സംഭവമാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന പല സാധനങ്ങളുടെയും വില കൂടും, പല സാധനങ്ങളുടെയും വില കുറയും. കാരണം എന്താ, പുതിയ ടാക്സ് വന്നിട്ടുണ്ടാവാം, അല്ലെങ്കിൽ എക്സിസ്റ്റിംഗ് ടാക്സ് റേറ്റ് കൂട്ടാം അല്ലെങ്കിൽ കുറച്ചിട്ടുണ്ടാവും. ഇങ്ങനെയൊക്കെ ബന്ധപ്പെട്ട സംഭവങ്ങൾ കാണാം. സബ്സിഡീസിനെ പറ്റി, ഗവൺമെൻറ്റിൻ്റെ പ്രോഗ്രാംസിനെ പറ്റി. ഇപ്പോൾ തൊഴിലുറപ്പ് പദ്ധതി MGNREJക്ക് ഗവൺമെൻറ് ഇത്ര ഫണ്ട് നീക്കി വെച്ചു. ഇങ്ങനെയൊക്കെ വരുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട്. വളരെ സിമ്പിളായിട്ട് നമ്മളിതിനെ A to Z അനലൈസ് ചെയ്യാൻ പോവുകയാണ്. ദെൻ 4 പാർട്ടുകളായിട്ടാണ് ഞാനിത് പ്രസൻറ്റ് ചെയ്യാൻ പോകുന്നത്. പാർട്ട് എയിൽ വരുന്നത് ബജറ്റ്, മീനിങ് ആൻഡ് ഡെഫിനിഷൻ ആൻഡ് ഓൾസോ ഇമ്പോർട്ടൻസ്, ഗോൾസ് ഓർ ഒബ്ജക്റ്റീവ്സ് ഓഫ് ബജറ്റ്. റൈറ്റ്, നമ്മുടെ ബജറ്റുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താ, ഗോൾസ് എന്താണെന്നുള്ളത് ഡിസ്കസ് ചെയ്യും. ഓക്കെ, ദാറ്റ് ഈസ് പാർട്ട് എ, ഇൻക്ലൂഡിങ് ഹിസ്റ്ററി ഓഫ് ബജറ്റ് ഇൻ ഇന്ത്യ. പാർട്ട് ബിയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബജറ്ററി പ്രൊസീജിയേഴ്സ് ഓർ വാട്ട് ആർ ദ മേജർ സ്റ്റെപ്സ് അസോസിയേറ്റഡ് വിത്ത് ബജറ്റ് ഫ്രെയിമിംഗ്. ഒരു ബജറ്റ് ഇന്ത്യയിൽ നടപ്പിലാക്കുന്നത് മീൻസ് പ്രസൻറ്റ് ചെയ്യുന്നതും അത് പ്രിപ്പയർ ചെയ്യുന്നതും എക്സിക്യൂട്ട് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട സ്റ്റെപ്സ് എന്താണ്, ബജറ്ററി പ്രൊസീജിയേഴ്സ് ഇൻ ഇന്ത്യ. വളരെ സിമ്പിളായിട്ട് നമ്മളത് പാർട്ട് ബിയിൽ ഡിസ്കസ് ചെയ്യും. പാർട്ട് സിയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കോമ്പോണൻസ് ഓഫ് ബജറ്റ് ഓർ ദ സ്ട്രക്ചർ ഓഫ് എ ബജറ്റ്. വി ക്യാൻ സീ റവന്യൂ അക്കൗണ്ട് ആൻഡ് ഓൾസോ ക്യാപിറ്റൽ അക്കൗണ്ട്. റവന്യൂ അക്കൗണ്ടിൽ 2 പാർട്ട് ഉണ്ട്, റവന്യൂ റെസിപ്റ്റ്, റവന്യൂ എക്സ്പെൻഡിച്ചർ. അതുപോലെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ 2 പാർട്ട് ഉണ്ട്, ക്യാപിറ്റൽ റെസിപ്റ്റ്, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. ഇഫ് യു ആഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ ആൻഡ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ യു വിൽ ഗെറ്റ് ടോട്ടൽ എക്സ്പെൻഡിച്ചർ. ഈ ടേംസ് ഒന്നും കേട്ടിട്ട് പേടിക്കണ്ട, വളരെ സിമ്പിളായിട്ട് ഡിസ്കസ് ചെയ്യാൻ പറ്റുന്ന ഏരിയാസ് ആണ്. നമ്മുടെ ഈ സബ്ജക്റ്റിലെ ഈ ഏരിയ ബജറ്റുമായി ബന്ധപ്പെട്ട ടോപ്പിക്സിൽ റിലേറ്റഡ് ആയിട്ടുള്ള കൺസെപ്റ്റ്സ്, ടെർമിനോളജീസ് ഓർ ടെക്നിക്സ് നല്ല രീതിയിൽ മനസ്സിലാക്കിയാൽ വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഈ ടോപ്പിക്ക് ഡീൽ ചെയ്യാൻ പറ്റും. ഓക്കെ, കൺസെപ്ച്വൽ ക്ലാരിറ്റി ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഏത് ടഫ് ക്വസ്റ്റ്യൻ വന്നാലും നമുക്ക് വളരെ സിമ്പിളായിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്ന ഏരിയാസ് ആണ് എന്ത്, ബജറ്റുമായി ബന്ധപ്പെട്ട ടോപ്പിക്സ്. ഓക്കെ, പാർട്ട് ഡിയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ടൈപ്സ് ഓഫ് ബജറ്റ് ആൻഡ് ഓൾസോ റിലേറ്റഡ് ഏരിയാസ്. ഫോർ എക്സാമ്പിൾ revenue deficit, budgetary deficit, primary deficit, etc. എല്ലാ പാർട്ടും എന്താണ് A to Z അനലൈസ് ചെയ്യണം, നോട്ട്സ് തയ്യാറാക്കണം, കാര്യങ്ങൾ നല്ല രീതിയിൽ മനസ്സിലാക്കി എക്സാമിന് അപ്പിയർ ചെയ്യണം. റൈറ്റ്, how can you define a budget? In Indian perspective, Article 112. Please listen very carefully.
നിങ്ങൾ മനസ്സിലാക്കേണ്ട പഠിക്കേണ്ട ചില പ്രൊവിഷൻസ് ആണ്. സി ആർട്ടിക്കിൾ 112 112ാമത്തെ ആർട്ടിക്കിളാണ്. ദാറ്റ് ഈസ് ഇൻ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, നമ്മുടെ ഭരണഘടനയിലെ 112ാമത്തെ ആർട്ടിക്കിൾ ഡീൽ ചെയ്യുന്നത് എന്താണ്? ബജറ്റ്. ബട്ട് ഇൻ അവർ കോൺസ്റ്റിറ്റ്യൂഷൻ ദർ ഈസ് നോ ടേം ഓഫ് ബജറ്റ്. ബജറ്റ് എന്ന് പറയുന്ന ഒരു പദം നമ്മുടെ ഭരണഘടനയിൽ ഉപയോഗിച്ചിട്ടില്ല. ഇൻസ്റ്റെഡ് ഓഫ് ദാറ്റ് ടേം അവർ കോൺസ്റ്റിറ്റ്യൂഷൻ യൂസ്ഡ് ആനുവൽ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്. ദാറ്റ് ഈസ് റിയലി വെരി നൈസ്. നമ്മുടെ ഭരണഘടനയിലെ ബജറ്റ് എന്ന് പറയുന്ന ടേമിന് പകരം ഉപയോഗിച്ചിട്ടുള്ളത് എന്താണ്? ആനുവൽ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്. സിമിലർലി അനദർ ആർട്ടിക്കിൾ that is also very important, article 202 that is related to സ്റ്റേറ്റ് ബജറ്റ്. വിവിധ സംസ്ഥാനങ്ങൾ പ്രസന്റ് ചെയ്യുന്ന സ്റ്റേറ്റ് ഗവൺമെന്റ്സ് പ്രസന്റ് ചെയ്യണമെന്ത്? സ്റ്റേറ്റ് ബജറ്റ്. ഈ ആർട്ടിക്കിൾ ഓർത്ത് ഇരിക്കാൻ എളുപ്പമാണ് കേട്ടോ. മിഡിൽ നമുക്ക് 0 ആണ്, ലെഫ്റ്റിലും റൈറ്റിലും 2 ആണ്. 202. ആർട്ടിക്കിൾ 112 യൂണിയൻ ബജറ്റ് ആൻഡ് ആർട്ടിക്കിൾ 202 സ്റ്റേറ്റ് ബജറ്റ്സ്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കാം. അതുപോലെ തന്നെ ബജറ്റ് എന്ന് പറയുന്ന ടേം ഫ്രഞ്ച് വേർഡിൽ നിന്നാണ് ഡിറൈവ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ദാറ്റ് ഈസ് ബോഗറ്റ് എന്ന് പറയുന്ന എ സ്മോൾ ലെതർ ബാഗ്. ഫ്രഞ്ച് വേർഡിലെ ബൊഗറ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് എന്താണ്? എ സ്മോൾ ലെതർ ബാഗ്. നമുക്കറിയാം ഇപ്പോൾ യൂണിയൻ ബജറ്റ് പ്രസന്റ് ചെയ്തപ്പോൾ നിർമ്മല സീതാരാമന് അതുപോലെ അവരുടെ പ്രെഡിസസേഴ്സ് ഫൈനാൻസ് മിനിസ്റ്റർമാരൊക്കെ എന്താണ് അവർ ലെതർ ബാഗൊക്കെ ഇങ്ങനെ പൊക്കി പിടിക്കും അല്ലേ? യൂണിയൻ ബജറ്റ് പ്രസന്റ് ചെയ്യാൻ പോകും. അതുപോലെ സ്റ്റേറ്റ് ബജറ്റ് ഒക്കെ പ്രസന്റ് ചെയ്യാൻ പോകുമ്പോൾ സ്റ്റേറ്റ് ഫൈനാൻസ് മിനിസ്റ്റേഴ്സ് ഒക്കെ കാണിച്ച് തരുന്ന സംഭവമാണ് ആ ലെതർ ബാഗ്. ദാറ്റ് ഈസ് എ കൺവെൻഷൻ, റൈറ്റ്? അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇതിൽ മനസ്സിലാക്കാം. നൗ വി ക്യാൻ സിംപ്ലി സേ എ ബജറ്റ് ഈസ് ആൻ ആനുവൽ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്. ദാറ്റ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ബജറ്റ് ഈസ് ആൻ ആനുവൽ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഓഫ് ആക്ച്വൽ ആൻഡ് ആൻറ്റിസിപ്പേറ്റഡ്. ആൻറ്റിസിപ്പേറ്റഡ് മീൻസ് എക്സ്പെക്റ്റഡ്, പ്രതീക്ഷിക്കുന്ന. ആക്ച്വൽ ആൻഡ് ആൻറ്റിസിപ്പേറ്റഡ് റവന്യൂ ആൻഡ് എക്സ്പെൻഡിച്ചർ ഓഫ് എ ഗവൺമെൻറ്. ഒരു ഗവൺമെൻറ്റിൻ്റെ റവന്യൂ എന്താണ്, എക്സ്പെൻഡിച്ചർ എന്താണെന്ന് നമ്മൾ വീണ്ടും ഡിസ്കസ് ചെയ്യേണ്ട കാര്യമല്ല. ദാറ്റ് വി ഹാവ് ഡിസ്കസ്ഡ് വെരി തറൗലി ഇൻ ദി പ്രീവിയസ് വീഡിയോസ്. യു നോ ദാറ്റ്, റൈറ്റ്? സോ ബജറ്റ് എന്ന് പറയുന്നത് എന്താണ്? ആനുവൽ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ആണ്. ഒരു ഗവൺമെന്റിന്റെ ആക്ച്വൽ ആയിട്ടുള്ളതും അതുപോലെ പ്രതീക്ഷിക്കാവുന്ന വരുമാനവും ചെലവും റെസിപ്റ്റും എക്സ്പെൻഡിച്ചറും കാണിക്കുന്ന വാർഷിക ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ആണ് എന്ത്? ഒരു ബജറ്റ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് റിയലി വെരി സിമ്പിൾ. ഓക്കെ, നൗ വി ആർ ഗോയിങ് ടു ടേക്ക് എ സിമ്പിൾ ഡെഫിനിഷൻ ഓഫ് എ ബജറ്റ്. ഒരു 2 മാർക്കിനൊക്കെ ചോദിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ എസ്സേയിലേക്ക് ഉൾപ്പെടുത്താൻ പറ്റുന്ന a simple definition of a budget. Bastable stated that a budget is at once a report on estimates and proposals. That is, it is the instrument by which all the processes of financial administration are correlated and coordinated. Bastable's മനോഹരമായിട്ടുള്ള definition. That is, the importance of budget. That is, we need to understand the budget that is actually come under the fiscal policy of the government. Okay, ഗവൺമെന്റ് നടപ്പിലാക്കുന്ന പോളിസിനെ വിളിക്കുന്ന പേരാണെന്ത്? ഫിസ്ക്കൽ പോളിസി. സെൻട്രൽ ബാങ്ക് നടപ്പിലാക്കുകയാണെങ്കിൽ ആ പോളിസി വിളിക്കുന്ന പേരാണെന്ത്? മോണിറ്ററി പോളിസി. സോ മൈ പോയിന്റ് ഹിയർ ഈസ് ദാറ്റ് ബജറ്റ് ഈസ് വൺ ഓഫ് ദ വൈറ്റൽ ഇൻസ്ട്രുമെന്റ്സ് ഓഫ് ഫിസ്ക്കൽ പോളിസി. ഓക്കെ, ഗവൺമെന്റിന്റെ ലക്ഷ്യങ്ങൾ ഫുൾഫിൽ ചെയ്യുന്നതിന് വേണ്ടി ഗവൺമെന്റിന്റെ കയ്യിലുള്ള വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻസ്ട്രുമെന്റ് ആണെന്ന് ബജറ്റ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ഇൻ വിച്ച് വി ക്യാൻ എൻഷുർ പ്രൈസ് സ്റ്റെബിലിറ്റി, വി ക്യാൻ റെഡ്യൂസ് ഇനീക്വാളിറ്റീസ് among the people, and we can generate employment opportunities, we can control the economic activities, etc. etc. Okay, so budget is one of the important tools of fiscal policy to attain socio-economic development of the country. That is also very very important thing. Then I have already mentioned, the term budget actually derived from the French word boquette. That means, a small leather bag. And more than that, who actually prepared the budget? See, budget, it is actually prepared by the budget division of Department of Economic Affairs of the Ministry of Finance. Okay. ഫൈനാൻസ് മിനിസ്ട്രിയുമായി ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെന്റിലെ ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ട്. അതിൽ ബജറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റ് ആണെന്ത്?
ബജറ്റ് ഡിവിഷൻ ഓഫ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് എക്കണോമിക് അഫയേഴ്സ് ഓഫ് ദി മിനിസ്ട്രി ഓഫ് ഫൈനാൻസ്. ഓക്കെ, അതുപോലെ തന്നെ നമുക്കറിയാം ബജറ്റ് പ്രസന്റ് ചെയ്യല് പൊതുവെ കുറച്ച് വർഷങ്ങൾക്കൊക്കെ മുമ്പ് ബജറ്റ് പ്രസന്റ് ചെയ്തിരുന്നത് ദ ലാസ്റ്റ് വർക്കിംഗ് ഡേ ഓഫ് ദി ഫെബ്രുവരി. ഓക്കെ, ഫെബ്രുവരി മാസത്തിലെ ലാസ്റ്റ് വർക്കിംഗ് ഡേയിലായിരുന്നു ബജറ്റ് പ്രസന്റ് ചെയ്തിരുന്നത്. ബട്ട് യു നോ ദാറ്റ് ടെൻഡൻസി ആക്ച്വലി ചേഞ്ച്ഡ്. ഇറ്റ് ഈസ് ആക്ച്വലി പ്രീപോൺഡ് ടു ഫസ്റ്റ് ഫെബ്രുവരി ഓഫ് ദാറ്റ് ഇയർ. ഓക്കെ, ഫസ്റ്റ് ഫെബ്രുവരി അല്ലെങ്കിൽ ഫെബ്രുവരിയിലെ ഫസ്റ്റ് വർക്കിംഗ് ഡേയിലാണ് ഇപ്പോൾ ബജറ്റ് പ്രസന്റ് ചെയ്യുന്നത്. ഭാവിയിൽ അത് ജനുവരിയിലേക്ക് പോയാലും അത്ഭുതപ്പെടാനില്ല. ഓക്കെ, അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു മാറ്റം വന്നതാണെന്ന് സെപ്റ്റംബർ 2016 നീതി ആയോഗിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് അതിന് മുമ്പ് 2016 മുമ്പ് ബജറ്റ് പ്രസന്റ് ചെയ്തിരുന്നത് ഒന്ന് റെയിൽവേ ബജറ്റ് ഉണ്ടായിരുന്നു. ദാറ്റ് ഈസ് പ്രസന്റഡ് ബൈ ദി റെയിൽവേ മിനിസ്റ്റർ ആൻഡ് ജനറൽ ബജറ്റ് ദാറ്റ് പ്രസന്റഡ് ബൈ ദി യൂണിയൻ ഫൈനാൻസ് മിനിസ്റ്റർ. ഓക്കെ, സെപ്റ്റംബർ 2016 ഗവൺമെന്റ് ഹാസ് അനൗൺസ്ഡ് ദാറ്റ് മെർജിങ് ഓഫ് റെയിൽ ബജറ്റ് ആൻഡ് ജനറൽ ബജറ്റ്. ഓക്കെ, ഈ വർഷം അല്ലെങ്കിൽ നമുക്കിപ്പോൾ റെയിൽവേ ബജറ്റ് എന്ന് പറഞ്ഞിട്ട് സെപ്പറേറ്റ് കാണാനുണ്ടോ? ഇല്ല. റെയിൽവേ ബജറ്റ് സെപ്പറേറ്റ് പ്രസന്റ് ചെയ്യാറുണ്ടോ? ഇല്ല. കാരണം ഇതൊക്കെ ബ്രിട്ടീഷുകാർ കൊണ്ടുവന്ന സംഭവമായിരുന്നു അല്ലെ, ബ്രിട്ടീഷ് ലെഗസി ആയിരുന്നു എന്ത് റെയിൽവേ ബജറ്റ്. അതുപോലെ ജനറൽ ബജറ്റ് സെപ്പറേറ്റ് ആയിട്ട് പ്രസന്റ് ചെയ്തിരുന്നു. ആ കാര്യങ്ങളൊക്കെ മാറ്റിയിട്ട് റെയിൽ ബജറ്റ് ഏതിലേക്ക് മെർജ് ചെയ്തു? ജനറൽ ബജറ്റിലേക്ക് മെർജ് ചെയ്തു. അത് അനൗൺസ് ചെയ്തത് എന്നാണ് സെപ്റ്റംബർ 2016. ഓക്കെ, അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഐ വുഡ് ലൈക്ക് ടു മേക്ക് എ സ്റ്റേറ്റ്മെന്റ്. A budget involves 4 sets of figures. Okay, 4 sets of figures of 3 years. Okay, ഞാനൊരു സ്റ്റേറ്റ്മെന്റ് വെക്കാണ്. ഒരു ബജറ്റ് നിങ്ങൾ അനലൈസ് ചെയ്യുമ്പോൾ ആ ബജറ്റിൽ എന്താണ് 4 സെറ്റ് ഫിഗേഴ്സ് കാണാൻ പറ്റും. അതുപോലെ 3 വർഷത്തേക്കുള്ള കാര്യങ്ങളും കാണാൻ പറ്റും. ക്യാൻ യു സബ്സ്റ്റാൻഷിയേറ്റ് ദാറ്റ് സ്റ്റേറ്റ്മെന്റ്? ഓക്കെ, ഞാൻ എക്സാജറേറ്റ് ചെയ്തതാണോ? നമ്മൾ ഡിഫൈൻ ചെയ്തത് ബജറ്റ് ഈസ് ആൻ ആനുവൽ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഓഫ് ആക്ച്വൽ ആൻഡ് ആന്റിസിപ്പേറ്റഡ് റവന്യൂ ആൻഡ് എക്സ്പെൻഡിച്ചർ ഓഫ് എ ഗവൺമെന്റ്. ഓക്കെ, അപ്പോൾ ഞാൻ പറയുന്നു ഒരു ബജറ്റിൽ എന്താണ് 4 സെറ്റ് ഓഫ് ഫിഗേഴ്സ് ഉണ്ട്, 3 വർഷത്തെ പ്രതിനിധാനം ചെയ്യുന്നു. ബാസ്റ്റാബിളിന്റെ ഡെഫിനിഷനിൽ പറഞ്ഞു ഗവൺമെന്റിന്റെ ആക്ടിവിറ്റീസ് അതുപോലെ അഡ്മിനിസ്ട്രേഷൻ ഒക്കെ കോർഡിനേറ്റ് ചെയ്യുന്നതും അതുപോലെ അതിന്റെ നല്ല ഗോൾസ് ഒബ്ജക്റ്റീവ്സ് ഒക്കെ ഫുൾഫിൽ ചെയ്യുന്നതിന് സഹായകമാകുന്ന പ്രപ്പോസൽസ് ആണ്, ആക്ഷൻ ആണ്, അതുപോലെ പ്ലാൻ ആണെന്ത് ആനുവൽ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് അഥവാ ബജറ്റ് എന്നുള്ള ഡെഫിനിഷനും നമ്മൾ ഡിസ്കസ് ചെയ്തു. ഓക്കെ, ഇനി വരുന്നത് 4 സെറ്റ്സ് ഓഫ് ഫിഗേഴ്സ് എന്ന് പറയും. ഞാൻ നിങ്ങൾക്കിത് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഒരു ചെറിയ എക്സാമ്പിൾ പറയാം. വി ക്യാൻ ടേക്ക് ദ യൂണിയൻ ബജറ്റ് ദാറ്റ് പ്രസന്റഡ് ബൈ ദി നിർമ്മല സീതാരാമൻ. ദാറ്റ് ഈസ് യൂണിയൻ ബജറ്റ്. ഓക്കെ, ലിസൺ വെരി കെയർഫുള്ളി. യൂണിയൻ ബജറ്റ് 2021-2022. ഓക്കെ, കാരണം ഒരു ബജറ്റ് പ്രസന്റ് ചെയ്യുന്നത് ഫോർ എ ഫൈനാൻഷ്യൽ ഇയർ ഓർ ഫോർ എൻ അക്കൗണ്ടിങ് ഇയർ. ഓക്കെ, ഞാൻ ഓൾറെഡി മെൻഷൻ ചെയ്തിട്ടുണ്ട് നമ്മുടെ അക്കൗണ്ടിങ് ഇയർ എന്ന് പറയുന്നത് എന്താ? ദാറ്റ് ഈസ് അക്കൗണ്ടിങ് ഇയർ ദാറ്റ് സ്റ്റാർട്ട് ഫ്രം 1st April. ഓക്കെ, നല്ല രീതിയിൽ മനസ്സിലാക്കുക. 1st April to 31st March. ഓക്കെ, കാരണം നമ്മുടെ അക്കൗണ്ടിങ് ഇയർ എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ 2 വർഷം ഉൾപ്പെടുത്തിയിട്ട് പറയാം, 2021, 2022. കാരണം എന്താ 1st April to ഡിസംബർ വരെ വരുന്ന 2021 മന്ത്സ്. 1st April 2021. പിന്നെ വരുന്നത് ഏതാണ്? ജനുവരി, ഫെബ്രുവരി, മാർച്ച്. ദാറ്റ് റിലേറ്റഡ് ടു 2022. ഓക്കെ, നമ്മുടെ ഫൈനാൻഷ്യൽ ഇയർ ഇപ്പോൾ 2008, 2009. അങ്ങനെ 1st January to December 31. പല രാജ്യങ്ങൾ ഫൈനാൻഷ്യൽ ഇയർ അങ്ങനെയുണ്ട്. ഓക്കെ, ഇന്ത്യയിലെ ഫൈനാൻഷ്യൽ ഇയർ എന്താണ്? 1st April to 31st March. അതും ഒരു ബ്രിട്ടീഷുകാർ കൊണ്ടുവന്ന പോളിസിയാണ്. ബ്രിട്ടീഷുകാർ എന്താണ് ഇവിടെ ഇട്ടേച്ച് പോയത്? ഭൂരിഭാഗം കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? അത് ഫോളോ ചെയ്യുന്നുണ്ട്. സോ ദിസ് ഈസ് ദ ഫൈനാൻഷ്യൽ ഇയർ. ഓക്കെ, നല്ല രീതിയിൽ മനസ്സിലാക്കുക. അപ്പോൾ ബജറ്റ് എന്ന് പറയുന്നത് 2021-22 ബജറ്റ്, യൂണിയൻ ബജറ്റ് ഫോർ 2021-2022. ഓക്കെ, ഈ ബജറ്റ് പ്രസന്റ് ചെയ്യുന്നത് എന്നാണ് ഞാൻ പറഞ്ഞു 1st February. ഓക്കെ, 1st February 2021. ഓക്കെ, ഈ 1st February എന്ന് പറയുന്നത് ഏത് ഫൈനാൻഷ്യൽ ഇയറിലാണ് വരിക? കാരണം 2021-22 ഫൈനാൻഷ്യൽ ഇയർ ആകണമെങ്കിൽ 2021 1st April ആകണം. ഓക്കെ, നല്ല രീതിയിൽ മനസ്സിലാക്കണേ.
ഫസ്റ്റ് ഏപ്രിൽ ആയാൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ 2021 ഫൈനാൻഷ്യൽ ഇയർ സ്റ്റാർട്ട് ചെയ്യുള്ളൂ. അപ്പോൾ ഫസ്റ്റ് ഫെബ്രുവരി എന്ന് പറയുന്നത് ഏത് ഫൈനാൻഷ്യൽ ഇയറിന്റെ ഭാഗമാണ്? 2020-21. കൺഫ്യൂഷൻ ഇല്ലല്ലോ. കാരണം എന്താ, 2020-21 ഫൈനാൻഷ്യൽ ഇയർ എൻഡ് ചെയ്യണമെങ്കിൽ ഫെബ്രുവരി മാസം കഴിയണം, ദെൻ മാർച്ച് 31 വരെ എത്തണം. ഓക്കെ, അപ്പൊ ഇവിടെ 2021 ആകണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഏപ്രിൽ വരണമല്ലോ. അപ്പൊ ബജറ്റ് പ്രസന്റ് ചെയ്യുന്ന ഫൈനാൻഷ്യൽ ഇയർ ഏതാണ്? 2020-21. ഓക്കെ, ഗോട്ട് ഇറ്റ്. സോ ബജറ്റ് ഇൻവോൾവ്സ് 4 sets of figures. ഞാൻ ഒരു ഫിഗർ പറയാം കേട്ടോ. 4 sets of figures, that is ബജറ്റ് എസ്റ്റിമേറ്റ്, BE എന്നിട്ട് പത്രത്തിലൊക്കെ കാണാം. BE എന്താ വായിക്കുക? നമ്മൾ ഹിന്ദു ന്യൂസ് പേപ്പറിലൊക്കെ കാണുന്ന ടേമാണ് BE. That means budget estimates of the coming year. Okay. നിർമ്മല സീതാരാമൻ പ്രസന്റ് ചെയ്യുന്ന വർഷം ഏതാണ്? 2021 ഫസ്റ്റ് ഫെബ്രുവരി. അപ്പൊ കമ്മിങ് ഇയർ എന്ന് പറഞ്ഞാൽ എന്താണ്? 2021-22 കാരണം ബജറ്റ് പ്രസന്റ് ചെയ്യുന്ന ഫൈനാൻഷ്യൽ ഇയർ ഏതാണ്? 2020-21. കമ്മിങ് ഇയർ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഫോർ 2021-22. Okay, that is the first figure for coming year. Okay, then രണ്ടാമത്തെ figure that is really interesting. Budget estimates of the current year. Okay, budget estimates of the current year. Current year എന്ന് പറഞ്ഞാൽ എന്താണ്? നിർമ്മല സീതാരാമൻ ഇപ്പോൾ പ്രസന്റ് ചെയ്യുന്ന അതാണ് 2020-21. Okay, then similarly മൂന്നാമത്തെ ഫിഗർ റിവൈസ്ഡ് എസ്റ്റിമേറ്റ്സ് ഓഫ് ദ കറന്റ് ഇയർ. റിവൈസ്ഡ് എസ്റ്റിമേറ്റ്സ് ഓഫ് ദ കറന്റ് ഇയർ അഗൈൻ 2020-21. ബജറ്റ് എസ്റ്റിമേറ്റ് എന്താണ്, റിവൈസ്ഡ് എസ്റ്റിമേറ്റ് എന്താണെന്ന് മനസ്സിലാക്കണം. ഓക്കെ, ഐ വിൽ ടെൽ യു. ദെൻ ഫോർത്ത് ഫിഗർ ഈസ് ദാറ്റ് ആക്ച്വൽ ഫിഗർ ഓഫ് ദി പ്രീവിയസ് ഇയർ. ഓക്കെ, പ്രീവിയസ് ഇയർ. നിർമ്മല സീതാരാമൻ പ്രസന്റ് ചെയ്യുന്ന ഫൈനാൻഷ്യൽ ഇയർ അതാണ് 2020-21. പ്രീവിയസ് ഇയർ എന്ന് പറയുമ്പോൾ എന്താവും? 2019-20. ഓക്കെ, സി ദാറ്റ് ഈസ് മൈ പോയിന്റ്. എ ബജറ്റ് ഇൻക്ലൂഡ്സ് 4 figures, 4 sets of figures of 3 years. 3 years എന്താണ്? കമ്മിങ് ഇയർ. 2 ഫിഗർ ഏതാണ്? കറന്റ് ഇയർ ആൻഡ് ആക്ച്വൽ ഫിഗർ ഓഫ് ദി പ്രീവിയസ് ഇയർ. 3 വർഷം. ഓക്കെ, 1, 2, 3. റൈറ്റ്. ഇനി ബജറ്റ് എസ്റ്റിമേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഞാൻ ചെറിയൊരു എക്സാമ്പിൾ പറയാം. സി, നിർമ്മല സീതാരാമൻ അനൗൺസ് ചെയ്യണേ, ബജറ്റ് അനൗൺസ് ചെയ്യണേ MGNREG തൊഴിലുറപ്പ് പദ്ധതി അല്ലെ, മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി ആക്ട്. സി, 100 കോടി രൂപ അനുവദിച്ചു. സിമ്പിൾ എക്സാമ്പിൾ ആണ് കേട്ടോ, റിയൽ എക്സാമ്പിൾ അല്ല. 100 കോടി രൂപ ബജറ്റ് പ്രസന്റ് ചെയ്യുമ്പോൾ പറയാണ് I proposed to set aside 100 crore for MGNREGA. ആ ബജറ്റിൽ നീക്കി വെക്കുന്നതിന് വിളിക്കുന്ന പേരാണെന്ത്? ബജറ്റ് എസ്റ്റിമേറ്റ്. ബജറ്റ് പ്രസന്റ് ചെയ്യുന്ന സമയത്ത് യൂണിയൻ ഫൈനാൻസ് മിനിസ്റ്റർ ഡിക്ലെയർ ചെയ്യുന്ന എമൗണ്ട് ആണെന്ത്? ബജറ്റ് എസ്റ്റിമേറ്റ്. ഓക്കെ, ദെൻ റിവൈസ്ഡ് എസ്റ്റിമേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബജറ്റ് നമുക്ക് ഫൈനാൻഷ്യൽ ഇയറിൽ വന്നു അല്ലേ, ഫസ്റ്റ് ഏപ്രിൽ മുതൽ ആ ഫണ്ട് നീക്കി വെച്ച് ഗവൺമെന്റിന് തോന്നുകയാണെന്ത്? 100 കോടി പോരാ, 150 കോടിയായിട്ട് അത് എൻഹാൻസ് ചെയ്തു. ബജറ്റിൽ പ്രപ്പോസ് ചെയ്തത് എത്രയാണ്? 100 crore ആണ്. അതാണ് ബജറ്റ് എസ്റ്റിമേറ്റ്. ദെൻ 100 crore ഉള്ളത് 150 കോടി, 150 crore ആയിട്ട് എൻഹാൻസ് ചെയ്തു. അതിന് വിളിക്കുന്ന പേരാണെന്ത്? റിവൈസ്ഡ് എസ്റ്റിമേറ്റ്. ഓക്കെ, റിവൈസ്ഡ് എസ്റ്റിമേറ്റ് കഴിഞ്ഞ് ആക്ച്വൽ ആയോ? ആക്ച്വൽ ആകണമെങ്കിൽ എന്ത് വേണം? 31 മാർച്ച് വരെ അത് പോകണം. 31 മാർച്ച് വരെ പോയപ്പം MGNREGക്ക് ആക്ച്വൽ ആയിട്ട് ചെലവായത് 160 crore ആണ്. ഓക്കെ, ദെൻ ആക്ച്വൽ ഫിഗർ എത്രയാണ്? 160. ഓക്കെ, ബജറ്റിൽ കാണിക്കുന്നത് ബജറ്റ് എസ്റ്റിമേറ്റ്, അത് റിവൈസ് ചെയ്യുന്നത് റിവൈസ്ഡ് എസ്റ്റിമേറ്റ്. അപ്പൊ ഇവിടെ ഈ ബജറ്റിൽ എന്ത് കാണിക്കുന്നുണ്ട്? 2021-22 ബജറ്റ് പ്രസന്റ് ചെയ്യുമ്പോൾ 2021-22 ആന്റിസിപ്പേറ്റഡ് റവന്യൂ എക്സ്പെൻഡിച്ചറും കാണിക്കുന്നതാണ്, കമ്മിങ് ഇയറിലേക്ക് വരുന്ന. ഓക്കെ, സിമിലർലി ആക്ച്വൽ ഫിഗർ കാണിക്കുന്നുണ്ട്. ഏതിന്റെ? പ്രീവിയസ് ഇയറിന്റെ ആക്ച്വൽ ഫിഗർ കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ
കറണ്ട് ഇയർ എന്ന് പറഞ്ഞാൽ നമ്മൾ വിളിക്കാനുള്ള കാരണം നിർമ്മല സീതാരാമൻ പ്രസന്റ് ചെയ്യുന്ന വർഷം എന്താണ്? കറണ്ട് ഇയർ ആണ്. ആ കറണ്ട് ഇയറിൽ കഴിഞ്ഞ വർഷം പ്രസന്റ് ചെയ്തപ്പോൾ ബജറ്റ് എസ്റ്റിമേറ്റ് പറഞ്ഞ എമൗണ്ട് അവിടെ കാണിക്കും, അതുപോലെ തന്നെ റിവൈസ്ഡ് എസ്റ്റിമേറ്റും അവിടെ കാണിക്കും. ഓക്കെ, സാധാരണഗതിയിൽ ഫൈനാൻസ് മിനിസ്റ്റർ എന്താണ് ബജറ്റ് എസ്റ്റിമേറ്റ് ചെയ്തത് അതിന് സ്റ്റിക്ക് ഓൺ ചെയ്യാൻ വേണ്ടി ശ്രമിക്കേണ്ടതാണ്. പക്ഷെ പലപ്പോഴും കൂട്ടുകയോ കുറക്കുകയോ മാറ്റം വരുത്തുകയോ ചെയ്യാറുണ്ട്. ആ മാറ്റം വരുത്തുന്നതാണെന്ത്? റിവൈസ്ഡ് എസ്റ്റിമേറ്റ്. ഓക്കെ, അങ്ങനെ കഴിഞ്ഞ് ആ ഫൈനാൻഷ്യൽ ഇയർ കഴിഞ്ഞതിന് ശേഷം എല്ലാ എസ്റ്റിമേറ്റും കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ എന്ത് കിട്ടും? ആക്ച്വൽ ഫിഗറും കിട്ടും. സോ വി ക്യാൻ സിംപ്ലി സേ എ ബജറ്റ് ഇൻക്ലൂഡ്സ് 4 sets of figures of 3 years. That is also very, very important. Okay, now we are going to discuss the history of budget in India. വളരെ സിമ്പിൾ ആയിട്ടുള്ള പോയിന്റ്സ് ആണ്. നമുക്ക് ഒത്തിരി എക്സാംസിനൊക്കെ ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാൻ പറ്റും. റൈറ്റ്, we have already mentioned that the budget process of our country predates the independence. കാരണം ബ്രിട്ടീഷുകാരുടെ കാലത്ത് തന്നെ ബജറ്റ് പ്രസന്റേഷൻ ഇന്ത്യയിൽ ഉണ്ടായിട്ടുണ്ട്. See, budget was first introduced on 7th April 1860. 1860. The first finance member, James Wilson, presented the budget. Okay. Then actually, Liaquat Ali Khan, member of the interim government, presented the budget of 1947-48. ഇടക്കാല ഗവൺമെന്റിൽ നമുക്ക് അതിൽ മെമ്പർ ആരായിരുന്നു? ലിയാഖത്ത് അലി ഖാൻ ആയിരുന്നു. അവർ ബജറ്റ് പ്രസന്റ് ചെയ്തിട്ടുണ്ട്. ബട്ട് ആഫ്റ്റർ ഇൻഡിപെൻഡൻസ്, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയല്ലേ 15th August 1947, see, India's first finance minister R.K. Shanmugam Shetty presented the first budget on 26th November 1947. ഇൻഡിപെൻഡന്റ് ഇന്ത്യയിൽ അഥവാ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ഫ്രീ ഇന്ത്യയിൽ ഫസ്റ്റ് ബജറ്റ് പ്രസന്റ് ചെയ്തത് ആരാണ്? R.K. Shanmugam Shetty, ഫസ്റ്റ് ഫൈനാൻസ് മിനിസ്റ്റർ ഓഫ് ഫ്രീ ഇന്ത്യ. ഓക്കെ, പക്ഷെ ആദ്യത്തെ റിപ്പബ്ലിക് ഓഫ് ഇന്ത്യ ഫസ്റ്റ് ബജറ്റ് പ്രസന്റ് ചെയ്തത് ജോൺ മത്തായി ആണ്. ഓക്കെ, നിങ്ങൾ കേട്ടിട്ടില്ലേ ജോൺ മത്തായി സെന്റർ? കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിന്റെ എക്കണോമിക്സ് ഡിപ്പാർട്ട്മെന്റ് തൃശ്ശൂര്, അതിന്റെ പേരെന്താണ്? ജോൺ മത്തായി സെന്റർ ആണ്. ഡിപ്പാർട്ട്മെന്റ് ഓഫ് എക്കണോമിക്സ്, ജോൺ മത്തായി സെന്റർ. ഓക്കെ, അപ്പൊ റിപ്പബ്ലിക് ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് 15th August 1947 ആണ്. ബട്ട് ഇന്ത്യ കോൺസ്റ്റിറ്റ്യൂഷൻ അപ്രൂവ് ചെയ്ത് വരുന്ന ഏതാണ്? January 26th 1950 ആണ്. കോൺഗ്രസ് ഗവൺമെന്റിലെ ഫൈനാൻസ് മിനിസ്റ്റർ ആയിരുന്ന ജോൺ മത്തായി സാറാണ് റിപ്പബ്ലിക് ഇന്ത്യയിലെ ഫസ്റ്റ് ബജറ്റ് പ്രസന്റ് ചെയ്തിട്ടുള്ളത്. അതിലാണ് പ്ലാനിംഗ് കമ്മീഷനും കാര്യങ്ങളൊക്കെ വരുന്നതും കാര്യങ്ങളൊക്കെ 1951 ബജറ്റ് പ്രസന്റ് ചെയ്യുന്നത്. ഓക്കെ, അത്രയും കാര്യങ്ങൾ മനസ്സിലാക്കുക. നൗ വി ആർ ഗോയിങ് ടു ഡിസ്കസ് ഇമ്പോർട്ടൻസ് ഓർ ഗോൾസ് ഓർ ഒബ്ജക്റ്റീവ്സ് ഓഫ് ബജറ്റ്. റൈറ്റ്, we know that the budget framed by the government serves several purposes. First one, it sets a framework for policy formation. That is, we have simply called as, fiscal policy. Then second thing is that, budgeting is a means of policy implementation that we have discussed. Third one, the budget is a means of legal control, isn't it? And also, the budget document may be a source of public information on past activities, current decisions and future prospects. നമ്മളത് മെൻഷൻ ചെയ്തു. കാരണം എന്താണ്? ഒരു ബജറ്റിൽ 4 sets of figures ഉണ്ട്, 3 വർഷത്തേക്കുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. Then fifth one, budget is a vital tool to bring economic stability in the country. ഇൻഫ്ലേഷനും ഡീഫ്ലേഷനും ഒക്കെ കൺട്രോൾ ചെയ്യാനുള്ള മെഷേഴ്സിൽ ബജറ്റ് ഉണ്ടാവും. Similarly, budget is the basis of public welfare. Budget is a vehicle of reducing economic inequalities. That is, proposal of increasing taxes on rich persons and collecting more revenue and spending that amount for enhancing the welfare of the common people. Similarly, to control resources of the country. And also another objective is that, for accountability. Very simple points, these are the major objectives or goals or importance of budget. Okay, വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ഡീൽ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പാർട്ട് എയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ബജറ്റ്, അതിൻ്റെ മീനിങ് ആൻഡ് ഡെഫിനിഷൻ, അതുപോലെ ബജറ്റുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ. ഓക്കെ, യൂണിയൻ ബജറ്റ്, സിമിലർലി സ്റ്റേറ്റ് ബജറ്റ്, then the term budget, and also ബജറ്റ് ഫ്രെയിം ചെയ്യുന്ന ബജറ്റ് ഡിവിഷൻ ഓഫ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് എക്കണോമിക് അഫയേഴ്സ് ഓഫ് ദ മിനിസ്ട്രി ഓഫ് ഫൈനാൻസ് ആൻഡ് റെയിൽവേ ബജറ്റും ജനറൽ ബജറ്റൊക്കെ മെർജ് ചെയ്തത് മനസ്സിലാക്കുക. അതുപോലെ തന്നെ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് സംഭവമാണ് ഫിസ്ക്കൽ പോളിസിയുമായി ബന്ധപ്പെട്ട ഒരു ടൂളാണ് ബജറ്റ്.
then 4 sets of figures of 3 years that we have discussed. ഈ എക്സാമ്പിൾ നല്ല രീതിയിൽ മനസ്സിലാക്കി വെക്കുക. ഫൈനാൻഷ്യൽ ഇയർ ഓഫ് ഇന്ത്യ. ഇന്ത്യയിൽ RBIന്റെ ഫൈനാൻഷ്യൽ ഇയർ ഡിഫറെൻ്റ് ആണ് കേട്ടോ. RBIന്റെ ഫൈനാൻഷ്യൽ ഇയർ സ്റ്റാർട്ട്സ് ഫ്രം 1st July to 30th June. ജൂലൈ 1 സ്റ്റാർട്ട് ചെയ്ത് ജൂൺ 30 അവസാനിക്കുന്ന രീതിയിലാണ് RBIന്റെ ഫൈനാൻഷ്യൽ ഇയർ എന്നുള്ളതും ഇതിന്റെ കൂടെ മനസ്സിലാക്കി വെക്കുക. ഓക്കെ, in the coming video, that is part B, we will discuss budgetary procedures in India or steps for framing budget in India. Another very simple topic. Okay, have a nice day. Thank you.